കൊടും ക്രിമിനലുകൾ പാർക്കുന്ന ഒരു ജയിലിനകത്ത് ഇത്രയും മാത്രം അലംഭാവം ഉണ്ടാകുമെന്ന് സ്വാഭാവിക തലത്തിൽ വിശ്വസിക്കാൻ മാർഗമില്ല. CPM-ന്റെ കുറ്റവാളികളകത്തുള്ളവർ ഒത്താശ ചെയ്ത് കൊടുക്കാതെ നടക്കില്ല. അത് ഒരു സംശയവും വേണ്ട. ഗോവിന്ദചാമിയും സർക്കാരിന് വേണ്ടപ്പെട്ടവനാണെന്ന് നമ്മളിപ്പോ തിരിച്ചറിയാം. എന്താണ് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ. കണ്ണൂർ ജയിൽ വളരെ സുരക്ഷിതമായ ജയിലാണ്. എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ ഓരോ ടവറിലും നിരീക്ഷണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരുണ്ട്. ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ടാർസൻ പോലും ചാടാത്ത രീതിയിൽ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അങ്ങനെ ഒരാൾ, ഒറ്റ കൈയുള്ള ഒരാൾ ഇതെല്ലാം ചാടുന്നു, ഇതെല്ലാം ചെയ്യുന്നു എന്നെ സംബന്ധിച്ച CCTV ദൃശ്യങ്ങളുണ്ട്. അയാൾക്ക് ഓരോ ദിവസമായി ഈ അഴികൾ കേടാക്കാൻ കഴിഞ്ഞതിന്റെ, തകരാറിലാക്കാൻ കഴിഞ്ഞതിന്റെ, തുണികൾ ശേഖരിക്കാൻ കഴിഞ്ഞതിന്റെ, അത് ഈ പറയുന്ന സമയപരിധിക്കുള്ളിൽ കൂട്ടിക്കെട്ടാൻ സാധിച്ചതിന്റെ, അത് കൃത്യമായി വിനിയോഗിച്ച് ജയിൽ ചാടാൻ കഴിഞ്ഞതിന്റെ ഒക്കെ നമ്മളിതിങ്ങനെ നിർനിമേഷരായി അത്ഭുത പരതന്ത്രതയായി നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെയാണ് എങ്കിൽ ഒറ്റക്കൈ ഉപയോഗിച്ച് ഇതിനേക്കാൾ വലിയ കേവന്മാർ കിടക്കുന്നുണ്ടല്ലോ കണ്ണൂർ ജയിലിൽ. ഇയാൾക്ക് സാധിക്കുമെങ്കിൽ പിന്നെ എന്ത് സുരക്ഷ, എന്ത് അതീവ സുരക്ഷ? അതെ, ഒരു സുരക്ഷയും ഇല്ലെന്നുള്ളത് തന്നെയാണല്ലോ അത് തെളിയിക്കുന്നത്. നോക്കൂ, ഇപ്പൊ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളിത് പിടിച്ചപ്പോ കണ്ട ഒരു ശരീരപ്രകൃതിയും അദ്ദേഹത്തിന്റെ ഒരു കൈയില്ലാത്ത ഉൾപ്പെടെയുള്ള ഉണ്ടല്ലോ, അയാൾക്ക് ഇത്രമാത്രം ഒരു കണ്ടം സെല്ലല്ല, ഒരു ഏറ്റവും കുറ്റവാളികളെ പ്രാർത്ഥിച്ചിരിക്കുന്ന സെല്ലിലെ ജയിൽ അറികൾ മുറിച്ച് കടക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഇത്രയും ഉയരത്തിലുള്ള ഒരു മതിൽ ചാടിക്കിടക്കാൻ കഴിഞ്ഞു. ഇവിടെ അരുൺകുമാർ എന്തായാലും അയാൾ നടത്തിയിട്ടുള്ള പ്രിപ്പറേഷനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടും ആ ജയിൽ അതോറിറ്റികൾക്ക് ഇത് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ഇയാൾ പുറത്തിറങ്ങി വരുമ്പോഴും നല്ല പാന്റും ഷർട്ടൊക്കെ ഇട്ടാണ്. ജയിലിനകത്ത് എന്തായാലും പാന്റും ഷർട്ടൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. ആ പാന്റും ഷർട്ടും എങ്ങനെ വന്നു എന്നുള്ളത് കൂടി അന്വേഷിക്കണ്ടേ? അപ്പൊ ജയിൽ അധികൃതർ തന്നെ ഇത് കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതിനെ നമ്മൾ അനുമാനിക്കേണ്ടത്. അല്ലാണ്ട് ജയിലിൽ ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികൾക്ക് പാന്റും ഷർട്ടും കൊടുക്കുക അല്ലല്ലോ രീതി. അപ്പം കണ്ടമാനം ഇതിനകത്തുള്ള ഒരു സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജയിൽ അധികൃതരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വരുന്ന സാഹചര്യമാണ്. കാരണം കണ്ണൂരിനെ സംബന്ധിച്ചോളം ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കണ്ണൂർ ഈ സൂചിപ്പിച്ച പോലെ കണ്ണൂരിൽ പാർട്ടി അറിയാതെ പുറത്ത് അകത്ത് ജയിലിനകത്ത് പാർട്ടി അറിയാതെ ഒന്നും നടക്കില്ല. ജയിലിനകത്ത് പാർട്ടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ പാർട്ടി ഏൽപ്പിച്ച കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും അധികം സൗകര്യം കിട്ടുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. അവരുടെ വിഹാര കേന്ദ്രങ്ങളാണ്. അവരാണ് ആ ജയിലകത്ത് ഭരിക്കുന്നത്. അത് നമുക്ക് പലപ്പോഴും അറിയാലോ, അവിടുത്തെ ജയിലിൽ വാർഡനൊക്കെ എതിരെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ. ഞാൻ നോക്കൂ, ഇത്രയും കുറ്റവാളികൾ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര അലംഭാവത്തോടു കൂടി അത് കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഏത് നേരവും ജയിലിനകത്തൊരു കലാപം പൊട്ടിപ്പുറപ്പാടല്ലോ. പലപ്പോഴും കണ്ണൂരിനകത്ത് തന്നെ ഈ TP കേസിലെ പ്രതികൾ തന്നെ പരസ്പരം തല്ലുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ കൊടും ക്രിമിനലുകൾ പാർക്കുന്ന ഒരു ജയിലിനകത്ത് ഇത്രയും മാത്രം അലംഭാവം ഉണ്ടാകുമെന്ന് സ്വാഭാവിക തലത്തിൽ വിശ്വസിക്കാൻ മാർഗമില്ല. അതിപ്പോ പിണറായി വിജയന്റെ ജയിലധികൃതരായതുകൊണ്ട് അവരെ കിടന്നുറങ്ങും എന്നൊന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. അതിനകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന അലേർട്ട്നെസ് അതിനകത്തുണ്ടാവും. അപ്പൊ ആ അലേർട്ട്നെസ്സിനെ എല്ലാം മറികടന്ന് ഇത്രമാത്രം തയ്യാറെടുപ്പുകളോടുകൂടി ഗോവിന്ദചാമിക്ക് ഇത് ചെയ്യാൻ സാധിച്ചെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് ജയിലിനകത്ത് ജയിൽ അധികൃതരുടെയും CPM നേതൃത്വത്തിന്റെയും അറിവോടുകൂടിയാണ്. അല്ലെങ്കിൽ CPM-ന്റെ കുറ്റവാളികളകത്തുള്ളവർ ഒത്താശ ചെയ്ത് കൊടുക്കാതെ നടക്കില്ല. അത് ഒരു സംശയവും വേണ്ട. കാരണം കണ്ണൂർ ജയിലിനകത്ത് ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതല്ല. അതിനകത്ത് ആ CPM-ന്റെ വാടക കൊലയാളികൾ ഭരിക്കുന്ന ജയിലുകളാണ്. ആ ജയിലിനകത്തൊന്നും CPM-ന്റെ ഈ വാടക കൊലയാളികൾ അറിയാതെ നടക്കില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് ഗോവിന്ദചാമിയും സർക്കാരിന് വേണ്ടപ്പെട്ടവനാണെന്ന് നമ്മളിപ്പോ തിരിച്ചറിയാം. എന്താണ് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ.